This is Henna. Welcome to Henna's English. നീ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത്. ഈ സെൻറ്റൻസിനെ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തത് നീ അവിടെ എത്തുമ്പോൾ, രണ്ടാമത്തത് എന്നെ വിളിക്കാൻ മറക്കരുത്. ഇങ്ങനെ രണ്ട് പാർട്ടാക്കി തിരിക്കാം. ആദ്യം നമുക്ക് എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന പാർട്ടിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. എന്നെ വിളിക്കാൻ മറക്കരുത്. മറക്കരുത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ? മറക്കുക എന്നുള്ളതിന് ഫോർഗെറ്റ്. അപ്പോൾ ഫോർഗെറ്റ് എന്ന് ആദ്യം എഴുതുക. ഇനി മറക്കരുത് എന്നർത്ഥം കിട്ടാൻ ഫോർഗെറ്റ് എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ഡോണ്ട് ചേർക്കുക. ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്. എന്തിന്? വിളിക്കാൻ. വിളിക്കുക എന്നുള്ളതിന് കോള്. ഇനി വിളിക്കാൻ എന്നർത്ഥം കിട്ടാൻ കോൾ എന്ന വാക്കിൻ്റെ തൊട്ടു മുമ്പിൽ ടു എന്ന് ചേർക്കുക. ടു കോൾ, വിളിക്കാൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ, വിളിക്കാൻ മറക്കരുത്. ഇനി ഏതാണ് ബാക്കിയുള്ളത്? എന്നെ. എന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ, എന്നെ വിളിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നീ അവിടെ എത്തുമ്പോൾ എന്ന ഭാഗം ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? നീ. നീ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യു. അപ്പോൾ യു എന്ന് എഴുതുക. ഇനി എത്തുമ്പോൾ, എത്തുക എന്നുള്ളതിന് ഗെറ്റ്. ഗെറ്റ് എന്ന് എഴുതുക. ഇനി എത്തുമ്പോൾ എന്ന അർത്ഥം കിട്ടാൻ തുടക്കത്തിലെ വെൻ എന്ന് ചേർക്കുക. വെൻ യു ഗെറ്റ്, നീ എത്തുമ്പോൾ. ഗെറ്റ് എന്ന വാക്കിന് കിട്ടുക, ലഭിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഒരിടത്ത് എത്തുക എന്ന അർത്ഥവും കൂടി ഈ വാക്കിനുണ്ട്. വെൻ യു ഗെറ്റ്, നീ എത്തുമ്പോൾ. ഇനി ഏതാണ് ബാക്കിയുള്ളത്? അവിടെ. അവിടെ എന്നുള്ളതിന് ദയർ. വെൻ യു ഗെറ്റ് ദയർ, നീ അവിടെ എത്തുമ്പോൾ. ഇപ്പോൾ ഈ സെൻറ്റൻസ് മുഴുവനായി. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ വെൻ യു ഗെറ്റ് ദയർ, നീ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 3 സെൻറ്റൻസുകൾ തരാം. നിങ്ങൾ അതിനെ സ്വന്തമായിട്ടൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ്, അവർ ഇവിടെ എത്തുമ്പോൾ നീ അവരെ സഹായിക്കാൻ മറക്കരുത്. രണ്ടാമത്തത്, നീ ഷോപ്പിലേക്ക് പോകുമ്പോൾ എനിക്കൊരു പേന വാങ്ങാൻ മറക്കരുത്. ഇനി മൂന്നാമത്തത്, നീ നിൻ്റെ ബൈക്ക് ഓടിക്കുമ്പോൾ നിൻ്റെ ഹെൽമെറ്റ് ധരിക്കാൻ മറക്കരുത്. ഈ 3 സെൻറ്റൻസുകളും നമ്മൾ പഠിച്ചതുപോലെ നിങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.